ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൈനീസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ്. വയനാടൻ ദുരന്തഭൂമിയുടെ ചിത്രം നമ്മൾ എല്ലാവരും മറന്നു കഴിഞ്ഞു. ഇതേ സീസണിൽ മാത്രം ഉയർന്നു വരുന്ന മുല്ലപ്പെരിയാർ സ്നേഹവും വിസ്മൃതിയിലായി കഴിഞ്ഞു എന്ന് പറയാം. വയനാട് നടന്നതുപോലെ ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് നമ്മുടെ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിക്കാൻ പോകുന്ന വലിയൊരു അപകടമാണ് മുല്ലപ്പെരിയാർ. കാലാവധി കഴിഞ്ഞ ഡാമാണ്, എപ്പോ വേണമെങ്കിലും നശിക്കാം. 6 ജില്ലകൾ മാത്രമാണ് തകരുന്നത് എന്നുള്ളത് നമ്മളുടെയൊക്കെ വിശ്വാസം മാത്രമാണ്. എറണാകുളം എന്ന് പറയുന്ന ഒരൊറ്റ ജില്ല തകർന്നാൽ മതി, കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും തകരാനുള്ളതെല്ലാം അവിടെയുണ്ട്. കെമിക്കൽ ഫാക്ടറികളും വിഷവാതകങ്ങളും പുറത്തു വരുന്നതോടുകൂടി വെള്ളവും ചെളിക്കും അപ്പുറം മനുഷ്യ ജീവൻ ആപത്ത് വരുത്താൻ വേണ്ടി വേറെ ഒന്നും ആവശ്യമില്ല. 129 വർഷം ആണ് മുല്ലപ്പെരിയാറിൽ നിന്ന്. വെറും 50 വർഷം മാത്രമാണ് മുല്ലപ്പെരിയാറിന്റെ കാലാവധി പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും തകരാൻ സാധ്യതയുണ്ട്. 60 വർഷങ്ങൾക്ക് മുൻപ് മുല്ലപ്പെരിയാർ തകർച്ചയിലാണ് എന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ആദ്യമായി മുല്ലപ്പെരിയാർ തകർച്ചയിലാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിനുശേഷം എത്രയോ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഈ അടുത്ത് ഭൂമിക്കടിയിലുണ്ടായ മുഴക്കം പോലും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു മാധ്യമങ്ങളും അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാം. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന 2007 മുല്ലപ്പെരിയാറിന്റെ കുറേയധികം ദൃശ്യങ്ങൾ ഞാൻ വീഡിയോക്കൊപ്പം പങ്കുവയ്ക്കാം. പാച്ചു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ഫോട്ടോസ് എല്ലാം പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിക്നെയിം മാത്രമാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് കേട്ടോ. മുല്ലപ്പെരിയാറിന്റെ വിള്ളലുകളും എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത് ഈ ഫോട്ടോസിലൂടെ നമുക്ക് മനസ്സിലാകും. ഇതിന്റെ ഒന്നാമത്തെ ഫോട്ടോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിന്റെ പിൻവശത്തിന്റെ ചിത്രമാണിത്. ഡാമിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണിത്, അതായത് ഗ്യാലറിയിലേക്ക്. ഇത് രണ്ടാമത്തെ ചിത്രമാണ്, ഗ്യാലറിയിലേക്കുള്ള ഗേറ്റ്. മലയാളീസിന്റെ മുന്നിൽ ഇത് എപ്പോഴും അടഞ്ഞു തന്നെ ആയിരിക്കും. മൂന്നാമത്തെ ചിത്രമാണിത്, ഗ്യാലറി. വലതുവശത്തെ ഭിത്തിയാണ് ജലസംഭരണിയോട് ചേർന്ന് നിൽക്കുന്നത്. അധിക സമയം ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല, ഓക്സിജൻ കുറവായതിനാൽ ബോധക്ഷയം വരെ സംഭവിക്കാം. നാലാമത്തെ ചിത്രം ഇത് കണ്ടോ, നല്ല അടിപൊളി ഒരു വിള്ളൽ ഈ കാണുന്നത്. എയർഹോൾ ഒന്നുമല്ല, അണക്കെട്ടിന്റെ 2 പാളുകൾ ചേർത്ത് വെച്ചെടുത്ത് കാലപ്പഴക്കത്തിൽ രൂപപ്പെട്ട വിള്ളലുകളാണിത്. ഇത് 5ാമത്തെ ചിത്രമാണ്. ഇത് ഇത്തരം വിള്ളലുകളിലൂടെയും എയർഹോളിലൂടെയും വരുന്ന ജലം അളക്കുന്നതിലൂടെയാണ്. ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഡാമിന്റെ ബലക്ഷയം കണക്കാക്കുന്നത്. യഥാർത്ഥ അളവ് ശരിക്കും അവർക്ക് മാത്രമാണ് അറിയുന്നത്. മലയാളികളെ അങ്ങോട്ട് അടുപ്പിക്കാത്തിടത്തോളം അവർ തരുന്ന കണക്ക് വിശ്വസിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. 6ാമത്തെ ചിത്രമാണിത്. ഇതാണ് ബേബി ഡാമിന് മുകൾ വശം. ബലക്ഷയത്തിന് കുപ്രസിദ്ധി ആർജിച്ചത് എന്ന് പറയാം. ഒരു കയ്യാലയുടെ ബലം മാത്രമേ ഇതിനുള്ളൂ എന്ന് വിദഗ്ധർ വരെ പറയുന്നുണ്ട്. ഇതിന് ഏതാനും അടിയിൽ താഴെ നല്ലൊരു ചതുപ്പുണ്ട്. അണക്കെട്ടിനടിയിലൂടെയുള്ള ചോർച്ച കൊണ്ടാണ് ഇത് രൂപപ്പെട്ടതെന്ന് പറയുന്നു. 7, ബേബി ഡാമിന്റെ മുൻവശം. ഇങ്ങനെ കാണാൻ സാൻസ് ഡാമിന്റെ അടുത്തുകൂടി താഴേക്ക് ഇറങ്ങണം. ഇത് ആനത്താരിയാണ്, ആനകളുടെ ഫുട്പാത്ത്. ഇവിടെ നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചർ ആണ്. ഇതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 115 അടിയിലേക്ക് താഴ്ന്നപ്പോഴുള്ള അവസ്ഥ. ഈ ഡാമിന് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നവർ ഈ പൊട്ടലിനെ കുറിച്ച് എന്തഭിപ്രായപ്പെടുന്നു എന്നും ഈ പോസ്റ്റ് വഴി ചോദിക്കുന്നുണ്ട്. 115 അടിയിൽ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രം ദൃശ്യമാകുന്ന ഈ പൊട്ടലുകൾ പകർത്താൻ അവരാരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ഡാമിന് അപ്സ്ട്രീം എന്നും ഡൗൺ സ്ട്രീം എന്നും 2 സ്ഥലങ്ങളാണുള്ളത്. അപ്സ്ട്രീം എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലവും, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾക്ക് വിസിബിലിറ്റി ഉള്ള, അതായത് ഡാമിന് പുറത്തു നിന്ന് കാണുമ്പോൾ ഇപ്പുറവശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഭാഗത്തെയാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിനുള്ളിൽ ഒരുപാട് സ്ട്രെങ്തനിങ് പ്രൊസീജിയേഴ്സ് നടന്നിട്ടുണ്ട്. അതെല്ലാം 105 അടിക്ക് മുകളിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. 105 അടിക്ക് താഴെ എന്ത് സ്ട്രെങ്തനിങ് പ്രൊസീജിയേഴ്സ് ആണ് നടത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആർക്കും അറിയില്ല. ഡാമിന്റെ 105 അടിയുള്ള വെള്ളം പുറത്തേക്ക് വരികയാണെങ്കിൽ സുർക്കി മിശ്രിതം എന്ന് പറയുന്ന മിശ്രിതം ഇളകിപ്പോന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കാലപ്പഴക്കം കൊണ്ട് മാത്രമല്ല, അതിനടിയിലെ അവസ്ഥ വളരെയധികം മോശമാണ്. നല്ല രീതിയിൽ ലീക്കിംഗ് ഉള്ള സ്ഥലമാണത്. 2009 IIT റൂർക്ക് നടത്തിയ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത്, മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 6.5 റിക്ടർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ ഈ ഡാമിന് വലിയൊരു ബലക്ഷയം ഉണ്ടാകാനും ഡാം ഇടിഞ്ഞു വീഴാനും ഉള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിനുശേഷം 2015 ഡൽഹി നടത്തിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഡാം ഈസ്
ഹൈഡ്രോളജിക്കലി അൺസേഫ് എന്നാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം 129 വർഷം പഴക്കമായ സ്ഥിതിക്ക് ഇനി അതിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിലൂടെയും അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു ഡാമിന്റെ കാലാവധി എന്ന് പറയുന്നത് 50 വർഷമാണ്. ഇന്നിപ്പോ 129 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം തകരില്ല. നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 60 വർഷമായി ഡാം തകരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും നടന്നിട്ടില്ല. 2021 UN നടത്തിയ ഒരു പഠന റിപ്പോർട്ടുണ്ട്. അതിൽ ഒന്നാമതായി അവർ പറഞ്ഞിട്ടുള്ളത് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലമാണ് എന്നും പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട് എന്നും അവരുടെ ഫസ്റ്റ് തന്നെ അവർ പറയുന്നുണ്ട്. സെക്കൻഡ് ആയിട്ട് അവർ പറയുന്നത് 3.5 മില്യൺ ടു 5 മില്യൺ പീപ്പിൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് UN റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോഴും മുല്ലപ്പെരിയാർ ഡാമിനൊന്നും സംഭവിക്കില്ല, സ്ട്രെങ്തനിങ് പ്രൊസീജിയേഴ്സിലൂടെ അതിനെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നവരോട് RCC ക്യാപ്പിംഗ് പ്രൊസീജിയർ, ഗ്രൗട്ടിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് പ്രൊസീജിയർ, പിന്നെ എക്സ്ട്രാ ഒരു ടണലും കൂടി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം തകരില്ല എന്ന് പറയാൻ ബാധിക്കുന്നത്. ഇതൊക്കെ 40 വർഷങ്ങൾക്ക് മുൻപാണ് ചെയ്തിരിക്കുന്നതെന്ന് ഓർമ്മ. 40 വർഷങ്ങൾക്ക് മുൻപ് ഇത് ചെയ്തിരിക്കുന്നത് 105 അടിക്ക് മുകളിൽ മാത്രമാണ്. ഇപ്പോഴും 105 അടിയുടെ താഴെയുള്ള പഴക്കം എന്ന് പറയുന്നത് 129 വർഷമാണ്. ഡീകമ്മീഷൻ എന്ന ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ നാടിന്റെ രക്ഷയ്ക്കായി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ എപ്പോഴും വാചാലനാകുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റൂസൽ ജോയ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും നമുക്ക് പ്രചോദനമാകാറുണ്ട്. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഓർ നോ വോട്ട്, ഇതായിരിക്കണം നമ്മളുടെ മുന്നിലേക്ക് വെക്കേണ്ട പ്രസ്താവന. നമുക്കിനി പ്രതികരിക്കാൻ കഴിയുന്നത് ഈ ഒരൊറ്റ മാർഗത്തിൽ കൂടെ മാത്രമാണ്. ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് വോട്ട്. ഇതിൽ മാത്രമാണ് നമുക്ക് പ്രതിഷേധം അറിയിക്കാൻ കഴിയുന്നത്. ഇതിനെ ഇത്രയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയെ പറ്റി അറിയില്ല. ഇപ്പോഴും ജീവനും ജീവിതവും കൈപിടിച്ചു നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ വേദന, അവരനുഭവിക്കുന്ന ഭയം നമ്മൾ ആരും അറിയുന്നില്ല. നമ്മളെല്ലാവരും സേഫ് ആണ് എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം. എറണാകുളം എന്ന് പറയുന്ന ഒരൊറ്റ ജില്ല തകർന്നാൽ തീരാവുന്നതേ ഉള്ളൂ കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളുടെയും അവസ്ഥകൾ. ചെളിക്കും വെള്ളത്തിനും അപ്പുറം കെമിക്കൽസിന്റെ ഒഴുക്കും വാതകവും കൂടി ആവുമ്പോഴത്തേനും നമ്മുടെ ശ്വസന വായു പോലും നഷ്ടപ്പെടും. നമ്മുടെ ഓരോ വോട്ടിന്റെയും വില നമ്മുടെ നാടിന്റെയും ഓരോ മനുഷ്യജീവന്റെയും വിലയാണ്. അത് നിങ്ങൾ എല്ലാവരും ഓർക്കുക. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന പ്രസ്താവനയോട് നിങ്ങൾ എല്ലാവരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. നമ്മൾക്ക് ചെയ്യാൻ ഏറ്റവും ഉചിതമായ ശക്തിയേറിയ ഒരു പ്രതിഷേധം അത് മാത്രമാണ്. അപ്പോ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.